മാഹി ചാലക്കരയിലെ ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂൾ PMCയുടെ ഭാഗമായതിനു ശേഷം നമുക്ക് പ്രധാന കവാടത്തിൽ തന്നെ കാണാം PMCയുടെ ചിഹ്നവും ഒപ്പം PM ശ്രീ ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്ന് ബോർഡ് തന്നെ മാറിയിട്ടുണ്ട്. ഇതാണ് പുറം കാഴ്ച. സ്കൂളിനകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് PMC വഴി ഉണ്ടായത്? നമുക്ക് പ്രധാന അധ്യാപകനെ കേട്ടു തുടങ്ങാം. ഏകദേശം കഴിഞ്ഞ ഫെബ്രുവരി മുതലാണ് നമ്മൾ PMശ്രീൻ്റെ ഭാഗമായി. അത് നമുക്ക് ക്ലാസ് റൂമുകളെല്ലാം റീവയറിങ് ചെയ്യാൻ പറ്റി, സ്വിച്ചുകൾ മാറ്റി പുതിയത് വയ്ക്കാൻ സാധിച്ചു. ഈ പെയിൻറ്റിംഗ് എല്ലാം നമ്മൾ ചെയ്തത് PMശ്രീ ഫണ്ടായിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ സ്പോർട്സിന് ഏകദേശം നമ്മൾ ഒരു 50,000 രൂപയോളം സാധനങ്ങൾ ഇപ്പോൾ വാങ്ങിയിട്ടുണ്ട്. ലാബിലേക്കുള്ള എല്ലാ ആർട്ടിക്കിൾസും നമ്മൾ വാങ്ങാൻ പറ്റിയിട്ടുണ്ട്. ICT ലാബിൽ എന്ന് പറഞ്ഞാൽ അതിൽ ബാക്കപ്പ് ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു. 8 പുതിയ ബാറ്ററികൾ സ്ഥാപിച്ചുകൊണ്ട് ഇപ്പോൾ ICT വളരെ സുഗമമായി നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ക്ലാസ് റൂമുകളിൽ ഏകദേശം 7 ക്ലാസ് റൂമുകളിലും ഇൻട്രാക്റ്റീവ് ബോർഡുകൾ വെച്ച് നഴ്സറി ക്ലാസ്സുകളിൽ ആ കുട്ടികളിപ്പോൾ പഠനോപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ കളിയുമായി ബന്ധപ്പെട്ട പഠനോപകരണങ്ങൾ വെച്ചുകൊണ്ട് നന്നായിട്ട് അതിലേക്ക് ശോഭിക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ആനുവൽ ഡേക്ക് ഒരു പൈസ പോലും നമ്മൾ കുട്ടികളുടെ നിന്ന് വാങ്ങിയിട്ടില്ല. ഏകദേശം 1 ലക്ഷം രൂപ ഈ PMശ്രീ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. കുട്ടികൾക്ക് കൊടുക്കുന്ന ടാഗ്, പിന്നെ ബാഡ്ജുകളും ഇതെല്ലാം PMശ്രീ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് നേരത്തെ SSA വഴിയാണല്ലോ ഫണ്ട് നമുക്ക് ലഭിച്ചിരുന്നത്. SSA ഫണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലുള്ള ഒരു ഫണ്ട് മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഈ ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോൾ 8 മാസം കൊണ്ട് ഏകദേശം 44 ലക്ഷത്തോളം ലഭ്യമായിട്ടുണ്ട്. സിലബസുകളിൽ കാര്യമായ മാറ്റങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇതുവരെയും ഒരു മാറ്റവും വന്നിട്ടില്ല. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് മാഹിയിലല്ല, പോണ്ടിച്ചേരി എല്ലാം പോകുന്നത് CBSE സിലബസാണ്. അത് സാധാരണ നടക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ നടന്നു വരുന്നത്. ഇത് വരുന്നതോടുകൂടി PMശ്രീയോടൊപ്പം പ്രധാനമന്ത്രിയുടെ ചിത്രം സ്കൂളിൽ പതിക്കണമെന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടോ? അതിനൊരു ഹെഡിൽ നമ്മളൊരു 10,000 രൂപ വിലയിരുത്തിയിട്ടുണ്ട്. അവിടെ ഒരു സെൽഫി പോയിന്റ് വെക്കാൻ. പക്ഷെ അത് നിർബന്ധിച്ചില്ല. ഇതുവരെ ആരും അത് നിർബന്ധമായിട്ടുള്ള NEP നമ്മളിവിടെ ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല. NEP വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ കൂടുതലായിട്ട് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു കുട്ടി ഒരു 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് പോകുമ്പോൾ ഏതെങ്കിലും ഒരു സ്കില്ല് അവന് സ്വന്തമായിട്ടുണ്ടാവണം. ഇപ്പോൾ മാഹിയിൽ ഇപ്പോൾ 4 PMശ്രീ സ്കൂളുകളുണ്ട്. ഇവർക്കൊന്നും ഇതുവരെ ഇത് യാതൊരു പ്രശ്നമായിട്ട് തോന്നില്ല. മറിച്ച് മുൻപത്തേതിനെക്കാട്ടും കൂടുതലായി സുഖമായും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നു. Up and down, shake to the left, shake to the right, turn around, shake. Thank you. അപ്പോൾ PMC നടപ്പാക്കിയ സ്കൂളിലെ പ്രധാന അധ്യാപകൻ പറയുന്നു സ്കൂളിന് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന്. മാഹിയിൽ നിന്ന് വിപിൻ മുരളിക്കൊപ്പം KC ബിപിൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. നമസ്കാരം. ഞാനിന്ന് റീൽസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നൊരു ന്യൂസ് കാണുകയുണ്ടായി. PMശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലെ സ്കൂളല്ല ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള മാഹിയിലെ ഒരു സ്കൂളാണ്. അപ്പോൾ ആ സ്കൂളിലെ പ്രധാന അധ്യാപകൻ സംസാരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടതും കണ്ടതും. അപ്പോൾ അവിടെ PMശ്രീയുമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടിയ ഫണ്ടും അത് വിനിയോഗിച്ച രീതിയും അത് ഏതൊക്കെ തരത്തിൽ വിനിയോഗിക്കാൻ സാധിച്ചുവെന്നും അത് നമ്മുടെ വരും തലമുറയായിട്ടുള്ള കുട്ടികൾക്ക് എങ്ങനെയൊക്കെ പ്രയോജനപ്പെട്ടുവെന്നും വളരെ കൃത്യവും വ്യക്തവുമായിട്ട് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ആ റിപ്പോർട്ടറാണെങ്കിലും അതേ രീതിയിൽ തന്നെ ചോദിക്കേണ്ടതായിട്ടുള്ള വ്യക്തമായ ചോദ്യങ്ങൾ ഉന്നയിച്ച് അതിന് വ്യക്തമായ മറുപടി വളരെ ലളിതമായ രീതിയിൽ തന്നെ ആ പ്രധാന അധ്യാപകൻ വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്തെന്നാൽ കേന്ദ്ര സർക്കാർ, നിങ്ങളുടെ രാഷ്ട്രീയം എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ ആര് പാർട്ടിക്കാരുമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, പക്ഷേ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഇന്ത്യയിലുണ്ടായ മാറ്റങ്ങൾ വളരെ വലുതാണ്. ഞാനിപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഒരു പ്രവാസിയാണ്. അപ്പോൾ ഒരു പ്രവാസി എന്ന നിലയിൽ ഇപ്പം ഞാൻ ദുബായിലാണ്. ഈ ദുബായിൽ പോലും ഇവിടെ കൂടുതലും പ്രൈവറ്റൈസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഇവിടുത്തെ എല്ലാ കോൺട്രാക്ച്വൽ വർക്കുകളും ചെയ്യുന്നത്. അതായത് ഇത് നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ബോർഡുകൾ മാത്രമാണ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ളത്. ബാക്കി എല്ലാം തന്നെ ചെയ്യുന്നത് ഇവിടുത്തെ കാശുകാരോ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അദാനിയോ അല്ലെങ്കിൽ അംബാനിയോ ഒക്കെ പോലെ തന്നെ പല കോടീശ്വരന്മാർ ഇവിടെ ഉണ്ട്, പല കമ്പനിക്കാരുണ്ട്, പല രാജ്യത്ത് നിന്നുള്ള കമ്പനിക്കാരുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ അദാനി അംബാനിയൊക്കെ നമ്മുടെ സ്വന്തം രാജ്യത്ത് തന്നെ ഉള്ളവരാണെന്നെങ്കിലും പറയാം. പക്ഷേ ഇവിടെ ഇവൻ നമ്മുടെ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലായിക്കോട്ടെ അല്ലെങ്കിൽ കൺസ്ട്രക്ഷനിലായിക്കോട്ടെ പല വമ്പന്മാരായ വിദേശ കമ്പനികളും അവരുടെ ഫണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട്
ഇവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് കാശുണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റേതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട്, അതിന് വ്യക്തമായ പ്ലാനിംഗ് ഉണ്ട്, അത് തീരേണ്ട സമയത്ത് തീരുന്നുണ്ട്. അതിനകത്തിൽ ആർക്കും കൈയിട്ട് വാരാൻ പറ്റുന്നില്ല, കൈയിട്ട് വാരി എടുക്കാൻ പറ്റുന്നില്ല, അവരവരുടെ കൈശ വീർപ്പിക്കാൻ പറ്റുന്നില്ല, എങ്ങും ആരെയും തള്ളി തിരികെ കയറ്റാനും പറ്റുന്നില്ല. ഏകദേശം എനിക്ക് തോന്നുന്നു ഇതേ ഒരു പ്രവണത തന്നെയാണ് ഈ കേന്ദ്ര സർക്കാർ വന്നതിന് ശേഷം എനിക്ക് പ്രകടമായിട്ടുള്ളത്. നിങ്ങൾക്ക് വ്യക്തിപരമായോ രാഷ്ട്രീയപരമായോ ഒക്കെ ഇതിനെ എതിർക്കുന്നവർക്ക് എതിർക്കാം, ഞാൻ എൻ്റെ അഭിപ്രായം മാത്രം പറയുന്നു എന്നേ ഉള്ളൂ. പക്ഷേ എന്തു തന്നെയാണെങ്കിലും ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് PM ശ്രീ എന്ന് പറയുന്ന ഒരു പാഠ്യപദ്ധതി, അതായത് മാറുന്ന നാടിന് വേണ്ടുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി തന്നെയാണിത്. വൊക്കേഷണലി ഉള്ള ഒരിതാണ് അവർ ഫ്യൂച്ചറിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു. അതായത് 10ാം തരം കഴിഞ്ഞതിന് ശേഷം വ്യക്തമായിട്ട് ഏത് മേഖലയിലേക്ക് തിരിയണമെന്ന് എനിക്കൊന്നും ഇപ്പോഴും അറിയില്ലായിരുന്നു. എനിക്ക് ഏകദേശം എൻ്റെ ഡിഗ്രി പഠനം കംപ്ലീറ്റ് ആയപ്പോൾ പോലും ഇപ്പോൾ പോലും എനിക്കറിയില്ല ഞാൻ ഏതൊരു പാഷൻ, അല്ലെങ്കിൽ എനിക്ക് എന്താണ് പാഷനെന്നോ, ഞാൻ ഏത് മേഖലയിലേക്ക് തിരിയണമെന്നോ, അല്ലെങ്കിൽ എനിക്ക് ഏത് പ്രൊഫഷനാണ് ഇഷ്ടമെന്നോ ഒന്നും അറിയില്ല. ഇതൊന്നും പറഞ്ഞു തരാനുള്ള വ്യക്തമായ കാഴ്ചപ്പാട് എൻ്റെ മാതാപിതാക്കൾക്കില്ലായിരുന്നു. അത് അവരുടെ കുറ്റമോ കഴിവുകളോ ഒന്നുമല്ല, അവർക്ക് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവരെന്നെ നല്ലതുപോലെ പഠിപ്പിച്ചു, നല്ല വിദ്യാഭ്യാസം തന്നു. എങ്കിൽ പോലും നമുക്ക് ആ കുഞ്ഞിലേ കിട്ടേണ്ട നമ്മുടെ സർഗ്ഗവാസനകൾ തിരിച്ചറിയാനൊക്കെ ഉള്ള ആ ഒരിത്, അത് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അതൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി വരുന്നൊരു തലമുറ ആ ഒരു രീതിയിലേക്കാണ് വളർന്നു വരേണ്ടത്. അല്ലാതെ നമ്മൾ കാണാപ്പാട എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് ഇപ്പോൾ തന്നെ സർക്കാർ സ്ഥാപനങ്ങളിൽ പലയിടത്തും ഇരിക്കുന്നവർക്ക് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാനോ കമ്പ്യൂട്ടറിൻ്റേതായിട്ടുള്ള പല കാര്യങ്ങളും അറിയില്ല. നമ്മൾ ഈ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ പഠിക്കുന്നത്, എൻ്റെ കാലത്ത് ഞാനൊരു 90s കിഡ് 91 ജനിച്ചിട്ട് ഞാൻ പഠിച്ചത് പെയിൻറ്റും അതും ഇതൊക്കെയാണ്. അതിനുശേഷം ഒരു വ്യക്തമായിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ രീതി തന്നെ ലഭിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള എല്ലാ കുറവുകളും എനിക്കുണ്ട്. ഇപ്പോഴും എനിക്കൊരു സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ ഞാൻ ബിഗിനറായിട്ട് വന്ന് അതിലേക്ക് അതായത് ഒരു വൊക്കേഷണലി വന്നിട്ടുള്ള വേറൊരു രീതിയിൽ പഠിച്ചു വന്നിട്ടുള്ള ഒരു കുട്ടികൾക്ക് ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അവർക്ക് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അവരുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു സാധനമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അങ്ങനെയല്ല. അതിപ്പോഴും അന്യമായിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അതറിയാത്തവർ. സ്പെഷ്യലി ചിലപ്പോൾ കുറച്ച് സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു ലാപ്ടോപ്പോ PC ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ കൂടെയും അവർക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാവണമെന്നില്ല. അപ്പം സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്നവർക്ക് ഈ പറയുന്ന കമ്പ്യൂട്ടറോ ഒരു PC ഒരു ലാപ്ടോപ്പോ പെട്ടെന്ന് മേടിക്കാനോ അത് ഉപയോഗിച്ച് പഠിക്കാനോ അതല്ലെങ്കിൽ അതിലേക്ക് പ്രാവീണ്യം തെളിയിക്കാനോ ഉള്ള കഴിവ് ഉണ്ടാകണമെന്നില്ല. പക്ഷേ ഈ PM ശ്രീ പദ്ധതിയിൽ ആ പ്രധാനാധ്യാപകൻ പറഞ്ഞതനുസരിച്ച് ഒരു വർഷം 44 ലക്ഷത്തിന് രൂപയ്ക്ക് മുകളിലാണ് ഒരു വർഷം ആ സ്കൂളിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ. ആ പദ്ധതിയുടെ ഭാഗമായതുകൊണ്ട് അവർക്ക് അതിനും അത്രത്തോളം വലിയ വികസന പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഫണ്ട് നേരിട്ട് കിട്ടുന്നതുകൊണ്ട് അവർക്ക് തന്നെ ആ കാര്യങ്ങളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അതിൻ്റെ കാര്യങ്ങൾ എടുക്കാനും നല്ലൊരു അധ്യാപകനും നല്ലൊരു മുതിർന്ന ഉദ്യോഗസ്ഥനുമൊക്കെ ഉള്ളപ്പോൾ അതിൽ നിന്നും ഒരു വെട്ടിപ്പ് തട്ടിപ്പ് കാണിക്കാനോ അവർക്കാവുകയില്ല. അതിന് വ്യക്തമായിട്ടുള്ള ഓഡിറ്റിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നതുമുണ്ട് ഈ PM ശ്രീ പദ്ധതിയിൽ. അപ്പോൾ ഇതിനെന്തിനാണ് നമ്മുടെ നാട്ടിലും തമിഴ്നാട്ടിലൊക്കെ പോലെ വളരെ വ്യക്തമായിട്ട് എതിർക്കുന്നതെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഒരു കാരണം ഇങ്ങനെയുള്ള സ്കൂളുകൾ പലയിടത്തും പൊന്തി വന്നാൽ അത് ഈ സർക്കാരിന് അല്ലെങ്കിൽ ഈ ഒരു മന്ത്രിസഭയ്ക്ക് കുറച്ചുകൂടെ ഒരു ഉന്നതിയിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം. അതേപോലെ തന്നെയാണ് നമ്മുടെ റെയിൽവേയിലും ഇൻഫ്രാസ്ട്രക്ചറിലും ഒക്കെ ഉള്ള വളരെ ബൂമായിട്ടുള്ള ഒരു വൈഡായിട്ടുള്ള ഒരു വികസനം അല്ലെങ്കിൽ ഒരു ത്വരിതമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ഭയങ്കര ഒരു ചലനം നമ്മൾ കാണുന്നത് തന്നെ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ്. ഞാൻ നരേന്ദ്രമോദി സർക്കാരിനെയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല പറയും. ഈ നരേന്ദ്രമോദി അല്ലെങ്കിൽ അവരുടെ ഒരു വിഷൻ അത് വളരെ വളരെ ക്ലിയറാണ്. ഇത് എതിർക്കുന്നവർ ഏത് രീതിയിൽ എതിർക്കുന്നതെന്നോ എന്തിൻ്റെ ഭാഗമായി എതിർക്കുന്നോ അറിയില്ല. അവർക്കിപ്പോഴും നിർബന്ധമില്ല, നമ്മുടെ ആൾക്കാർക്ക് വേണമെങ്കിൽ മതി. പക്ഷേ നമ്മളിപ്പോഴും ഇടതും വലതും ഒക്കെ തിരിഞ്ഞ് നിന്ന് ഇതിനെ എതിർക്കുകയാണ്. എന്ത് കാര്യത്തിനാണെന്ന് ആർക്കും അറിയില്ല. അതാണ് ഏറ്റവും വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം.